ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഡോഡ്ജിലാണ്. ഡോഡ്ജ് നമ്മൾ ഫുള്ള് പണി കഴിച്ച് ഇറക്കി. ഇനി ഇൻഷാല്ലാ നമ്മുടെ റാപ്പ് ഉണ്ട്, എയർ സസ്പെൻഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ചില്ലറ വർക്കുകളുണ്ട്. ആ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ, അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മളത് ക്ലിയർ ആക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചില ഷോപ്സും കാര്യങ്ങളൊക്കെ ഓഫാണ്. ചിലപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വൈകിട്ട് നമ്മൾ റാപ്പിന് ഇട്ട് കൊടുക്കും. റാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എയർ സസ്പെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഇപ്പോൾ വണ്ടി ഗാരേജിൽ നിന്ന് എടുത്ത് ഇപ്പോൾ ഞങ്ങൾ നേരെ അബുദാബി പോവാണ്. അബുദാബിയിൽ നിന്ന് പരിപാടി വെച്ച് കഴിഞ്ഞാൽ നിഷാർക്ക ഫുൾ ഫാമിലി അവിടെയാണ്, ഫുൾ സെറ്റിൽഡ് അവിടെയാണ്. അപ്പോൾ ഫാമിലിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിഷാർക്ക അനിയനുണ്ട്, ജാഫർക്ക, പുള്ളിനെ കാണിക്കണം. അപ്പോൾ അവരൊക്കെ ഒന്ന് വണ്ടി കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യണ്ട, ലെവൽ വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മൾ വണ്ടി സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരണ്ട. അതേ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല CF-ന്റെ സ്റ്റിയറിംഗ് വീൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ സ്റ്റിയറിംഗ് വീലാണ് ഈ കാണുന്നത്. SRT-ന്റെ ലോഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കീ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കീ വരുന്നത് കേട്ടോ. SRT ഏതാ മൂടില്ലേ, ഇത് ഡ്രൈവ് ചെയ്യാൻ വേറെ തന്നെ ഫീൽ തന്നെ ഉണ്ടോ. മാഷാ അല്ലാ, എന്ത് പവർ എന്ന് പറയാന്നറിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറക്കാം. ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ ഫൈൻ വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാം ഇങ്ങനെ പോകും അങ്ങനെ. പിന്നെ ഇത് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിഷാർക്കത് അവിടെ സാലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാലിക്ക് എങ്ങനെ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സാലിക്ക് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വരിക, അത് പമ്പിൽ നിന്ന് കിട്ടും. ഇതിങ്ങനെ മേടിക്കുക, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഡാഷ്ബോർഡിൽ ഇട്ടാലും മതി, ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയാണ്. നിഷാർക്ക കുറച്ച് ദിവസമായി വീഡിയോസിലൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് ഒതുങ്ങിയിരിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഇറങ്ങാൻ വേണ്ടിട്ട്. ഇപ്പൊ വണ്ടി ഇറങ്ങിയിരിക്കുമ്പോ നിഷാർക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അതെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു മൂപ്പര്. പിന്നെ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ അല്ലേ. വണ്ടി എന്താ പാട്? 6.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചില്ലറന്നല്ലോ അല്ലേ. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ട്രാക്ക് മോഡാണ് ഇപ്പൊ ഉള്ളത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗ്യാരേജിൽ ഞങ്ങൾ എടുത്തിട്ട് നിഷാർക്ക് ഒരു കാല് കൊടുത്തു. ഞാൻ പിന്നാലെ പിടിച്ചിട്ടുണ്ടാ കിട്ടണേ ഇതൊരു പോക്ക്. എന്ത് രസാന്നറിയാ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. അകലെന്നിങ്ങനെ അടിപൊളി സൗണ്ട്, അതും സ്റ്റോക്കിലാണ് ഈ സൗണ്ട്. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, വേറെ തന്നെ മൂഡ് സൗണ്ട്. അപ്പൊ പൊട്ടിച്ചിട്ട് ജസ്റ്റ് അതിലിട്ടാലും മതി, ഡാഷ്ബോർഡിൽ ഇട്ടാലും മതി, ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഓക്കെ, അപ്പോ 4 dirhams അല്ലേ വരുന്നത് ഓരോ സാലിക്കിന്. അബുദാബി പോകേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ സാലിക്കൂടെ നിർബന്ധമാണ്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിതേ ഇറങ്ങായി, ഇനി നേരെ അബുദാബി. ഓക്കെ, അബുദാബിത്തെ റൂളും ഇവിടുത്തെ റൂളൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ സ്പീഡിൽ. ഇവിടെ കാരണം ഇവിടെ സ്പീഡ് എന്ന് പറയുമ്പോൾ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 പോകാം നമുക്ക്. അതായത് 20 എക്സ്ട്രാ പോകാൻ പറ്റും, 60 എന്ന് പറയുമ്പോൾ 80 അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ അബുദാബി വരെ ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ RPM കയറും. റിവ്യൂ കയറണ്ട. മാഷാ അല്ലാ, അടിപൊളി, രക്ഷയില്ലേട്ടാ. നമ്മുടെ മസ്താനി ഉണ്ടാകുന്നില്ലേ, ആ സെയിം സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇവിടെ ഒരു എക്സ്റ്റൻഡറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാഡൽ ഷിഫ്റ്റിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ തന്നെ മോഡൽ തന്നെ കേട്ടോ. എൻജിൻ 6.4 ആയതുകൊണ്ട് മാഷാ അല്ലാ. അതെ, സാലിക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. അതെ, അപ്പോ വണ്ടിയുടെ ലീഗൽ പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ലീഗലി കുറച്ച് കളർ മാറ്റാണ്ട്, പിന്നെ ലീഗലി കുറച്ച് എന്താ പറയാ മോഡിഫിക്കേഷൻ വർക്ക്സ് ഉണ്ട്. അതൊക്കെ ലീഗൽ വർക്കാണ് കേട്ടോ അല്ലേ. ഇവിടെ ലീഗൽ വർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാ. സോ നമ്മളിത് അബുദാബി പോണ വഴിയിൽ റൈറ്റ് ഇറക്കിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് കേട്ടോ. കണ്ടോ, നാട് പോലത്തെ ഒരു ഫീലിംഗ്, വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ആക്ച്വലി എന്താ പറയാ, ഫുൾ സൈലന്റ് ഏരിയ, നാട് ഏരിയ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിഷാർക്കാക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും പറയാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയാം. ഡ്രൈവിംഗിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ ഫീലില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക മാനുവലി ഇട്ടിട്ട് പാഡ് ഷിഫ്റ്റിലുണ്ടല്ലോ, പാഡ് ഷിഫ്റ്റിൽ ഡ്രൈവ് ചെയ്യണം, അത് ഫീൽ ചെയ്യണം. അത് മാത്രമല്ല
നമ്മുടെ ചില ടൈമില് നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള ടൈമിൽ ഡൗൺ ചെയ്തിട്ട് കാലുകൊണ്ട് കൊടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെ മൂഡ് തന്നെ ഉണ്ടാ. അത് എന്താ പറയാ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി ഷാർക്ക. പാൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മള് ഗിയർ ചേഞ്ച് ചെയ്യാൻ ഉള്ള ആ ഒരു ടൈം. ഓക്കെ, പിന്നെ അബുദാബി ആയതുകൊണ്ട് നിഷാർക്കാടെ ഏരിയയാണ്, നിഷാർക്കാടെ നാടാണ്. മൂപ്പർക്ക് അറിയാം, മൂപ്പര് അതിന്റെ നിലയില് ഇതിലൂടെ 140 ഉണ്ട് കേട്ടോ സ്പീഡ്. അതാണ് ഒരു ഗുണം. 150 സ്പീഡ് ഉണ്ട്. ആ 150 സ്പീഡ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഒന്ന് കാലുകൊടുത്ത 150 ആവും. 150 മേലക്കും പോവും, ഒന്നും പറയാൻ പറ്റില്ല. ഏതാ ഫീല് ഓടി തുടങ്ങി. ഞാൻ പിന്നെ നൈസിൽ ഇങ്ങനെ ക്രൂസൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് അങ്ങനെ വരുമായിരുന്നു. ഈ വാണിംഗ് വരുന്നത് സീറ്റ് ബെൽറ്റിന്റെ അല്ല, അത് ഞാൻ 130 സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലേക്ക് പോകുമ്പോഴുള്ള വാണിംഗ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, മാഷാ അല്ലാഹ്. പിന്നെ മൂപ്പർക്ക് ഇവിടെ അറിയാം മൊത്തത്തില്, നമ്മളെപ്പോ അല്ലേ, നമ്മള് മെല്ലെ ഇങ്ങനെ വട്ടം പാടിയിട്ട് ഇങ്ങനെ വന്ന് മൂപ്പര് ഡ്രൈവ് ഫീൽ ചെയ്ത് 150 കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പെടക്കിട്ട്. മാഷാ അല്ലാഹ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഷാർക്ക വണ്ടി എടുത്ത് കഴിഞ്ഞാൽ, അതായത് പണി കഴിഞ്ഞാല് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് റാപ്പ് ചെയ്യണേക്കാൾ എയർ ചെയ്യണേക്കാളൊക്കെ മുന്നേ പണിയേക്കാളൊക്കെ മുന്നേ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് ഞങ്ങൾ വണ്ടി ഇറക്കിയ പറഞ്ഞു നിഷാർക്ക എന്ന് പറഞ്ഞ് വീട്ടുകാരൊന്ന് വണ്ടി കാണിക്കാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പോകുന്നതാണ്. പക്ഷെ വീട്ടുകാർ വണ്ടി കാണിക്കാൻ പോകുന്നതല്ല, ഇങ്ങനെ കാല് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് മൂപ്പര് അബുദാബിക്ക്. ഓക്കെ, അതെനിക്കിപ്പോ മനസ്സിലായി. അല്ല, എന്തായാലും ഫാമിലി എല്ലാവരും അവിടെയാണ്. അപ്പൊ അവരുടെ ഒന്ന് വണ്ടി കാണിക്കും വേണം മൂപ്പർക്ക്. അങ്ങനെ എടുത്ത് ഇറങ്ങിയാണ് കേട്ടോ. നമ്മള് അബുദാബി എൻ്ററായി. ഇവിടെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ 120 എന്ന് പറയുമ്പോൾ 140 വരെ പോവാ. പക്ഷെ ഇവിടെ ആ കറക്റ്റ് 140 എഴുതി വെച്ചിട്ടുണ്ടാവും. സ്പീഡൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ 140 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മാത്രം. അതിന്റെ മേലേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രം. ഈ റോഡ് 140 ആണ്, ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ഒന്ന് ഫീൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് അബുദാബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസാർക്കാടെ പഴയ ബോസ് ഉണ്ട്, പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് നിസാർക്ക് പോയേക്കാണ്. ഞാൻ അതവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ വന്നപ്പോൾ ഇരുന്നു. വേറെ ലെവൽ ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം ഡ്രൈവിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്താ പറയുക ഇതായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തില്ല. നോർമലി സ്പീഡ് കീപ്പ് ചെയ്ത് എന്താ പറയുക നോർമൽ ഡ്രൈവോട് കൂടിയിട്ട് ഒരേ സ്പീഡിൽ ഇങ്ങനെ വരിക ചെയ്തിട്ടാ. പക്ഷെ നിഷാർക്ക കയറി ഇറങ്ങി കളിച്ചു. മാഷാ അല്ലാഹ്, ഒരു രക്ഷയാണ്. അതിന് മുതൽ സാധനം കേട്ടോ. ഞങ്ങള് അബുദാബി കയറിനേക്കാളും മുന്നേ റൈറ്റ് സൈഡിലൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ എത്താനാകുമ്പോൾ ഫുള്ള് ലോറികളാണ് റൈറ്റ് സൈഡിൽ. അതായത് ലോറിക്ക് വേണ്ടിയിട്ട് ഒരു സൈഡ് ഫുള്ള്, ആ ഒരു സൈഡ് എന്താ പറയുക വേമത്തും ലോറിക്കാണല്ലോ. അപ്പോൾ എനിക്ക് എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലോറികളൊക്കെ കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പാഡ് ഷിഫ്റ്റിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാഡ് ഷിഫ്റ്റ് പെട്ടെന്ന് ഞാൻ 3 ഡൗൺ ചെയ്തു. അത് 8 ഗിയർ ആണല്ലോ ഇതിൽ വരുന്നത്, 8 സ്പീഡാണ്. ഞാൻ എന്ത് ചെയ്ത് ഞാൻ ആ ടൈമിൽ തന്നെ ഡൗൺ ചെയ്തു. 3 ഡൗൺ ചെയ്തിട്ട് ഞാനൊരു കാറ്റ കയറി. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒന്നൊന്നര ഫീൽ തന്നെയായിരുന്നു. ആ കയറലും ആ പാഡ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യലും പിന്നെയും കയറലും ആ ഒരു അതിലെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക, ഞാൻ ആ GTR ഉണ്ടായിരുന്ന ടൈമിലാണ്, ഞങ്ങൾ GTR-ലാണ് അങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയേക്കുന്നത്. അതിന് ശേഷം പിന്നെ അങ്ങനെ അത്രയും ഒരു പവർ എന്ന് പറയാനുള്ളൊരു വണ്ടി പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ അബുവിൻ്റെ ആയിരുന്നു 398. അതിലും ഞാൻ ഈ പറയണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടി. അതൊരു വേറെ ലെവൽ മൂഡാണ് കേട്ടോ. അത് എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം. ആ ഒരു ഡ്രൈവ് മോഡ്, അതായത് ഇങ്ങനെ ഡൗൺ ചെയ്തുകൊണ്ട് കയറിയിട്ട് അങ്ങനെ കയറി പോണ സംഭവം ഉണ്ടല്ലോ, അത് വേറെ തന്നെ മൂഡാണ്. പിന്നെ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഒരുപാട് ഓവറായിട്ട് നമ്മൾ കളിക്കാനും പറ്റില്ല. എന്താ പറയുക, ബാക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ നിർത്തിയോടുന്ന പെട്ടെന്ന് അങ്ങനെ എടുത്ത് പോകുമ്പോൾ വീല് ബേണായിട്ടാണ് വണ്ടി എടുക്കുക, കാരണം അത്രയും പവറാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം കനമുള്ളതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ. കാരണം നമുക്ക് എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്തിട്ടാണ് പോകണം കേട്ടോ. അത് വേറെ തന്നെ ഫീലാണ്.
മാഷാഅല്ലാ. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ചിലപ്പോൾ നിർത്തിയോടുന്നതൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ലോഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലാതെ നോർമലിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൺഫേം ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ദുബൈക്ക് തിരിക്കും. ഇപ്പോൾ ഇവിടെ പുള്ളിനെ കണ്ടു വന്നു കഴിഞ്ഞാൽ നിഷാർഖ അനിയനുണ്ട്, അവിടെയും പോയി ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ദുബൈക്കിനെ തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് വണ്ടി വർക്കിന് കയറ്റും കേട്ടോ. വർക്കിന് കയറ്റിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റാപ്പാണ്. റാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, എയർ സസ്പെൻഷൻ ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്, അങ്ങനെ കുറച്ച് വർക്ക് ഉണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ RGB ചെയ്യാനുണ്ട്, അണ്ടർ ബോഡി ലൈറ്റ്സ് കയറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് പണി. ഇൻറ്റീരിയർ പണിയില്ല കേട്ടോ, നമ്മൾ ഇൻറ്റീരിയർ തന്നെയാണ്, സ്റ്റോക്ക് തന്നെയാണ്. ഇൻറ്റീരിയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കളേഴ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. ഈ ബ്ലാക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൂടാണ്. പിന്നെ ഡോഡ്ജിൻ്റെ ഈ ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടുള്ള സീറ്റാണ്. നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ എന്താ പറയുക, നല്ല ഫീലാണ്. വേറെ ബോഡി പെയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ബാക്കിലായാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അതാണ് ഡോഡ്ജിൻ്റെ ഒരു ഗുണം, സലഞ്ചറിൻ്റെ ഗുണം, നല്ല സ്പേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഷാർഖാട് ഒരു ഫ്രണ്ടിനാണ് വന്നത് കേട്ടോ. അപ്പോൾ പുള്ളിയിൽ കയറിയിട്ട് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഷാർഖാട് ഫ്രണ്ട്. ഓക്കെ, ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ഒരു 2 റൗണ്ട് അടിച്ചിട്ട് വരട്ടെ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിക്കാണ് കേട്ടോ. എൻ്റെ മോനെ സൗണ്ട് എന്നറിയാം. റോഡിലേക്കുള്ളതല്ല. ഗായ്സ്, ഞങ്ങൾ അബുദാബിയിലെത്തി. ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങി, എന്താ പറയുക, വേറെ എവിടേക്കും പോയില്ല, ജസ്റ്റ് ഫാമിലി. പിന്നെ നേരത്തെ വണ്ടി ഓടിക്കുന്നത് കണ്ടത് നമ്മുടെ ഷാർഖാട് അനിയനാണ് കേട്ടോ. ഷാർഖാനേക്കാളും വലിയ ഭ്രാന്തനാണ്. ചെയ്തറിയോ, സീനായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ സ്ട്രൈറ്റ് ടു ദുബായ്. ഇനി നേരെ വണ്ടി കൊണ്ടുപോയിട്ട് നേരെ പണിക്ക് കയറ്റുകയാണ് കേട്ടോ. അതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പറക്കാനുള്ള സമയമായി. ഇനി ഞങ്ങൾ നേരെ പോണ വഴിക്ക് തന്നെ നോമ്പ് തുറന്നിട്ട് ഉള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ നേരെ ദുബായ് പിടിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തി. നമ്മൾ ഇനി ഷാർഖാനോടെ ഡ്രോപ്പ് ചെയ്തു. ഫർസുണ്ട് കൂടെ, ഫർസും ഞാനും കൂടെ ഹെഡ്ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഇൻഷാല്ലാ നമുക്ക് റാപ്പിന് കൊണ്ടുപോയിട്ട് കൊടുക്കണം. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടികളുണ്ട്, സ്കിപ്പ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് ബൾബ് വേണം. സോ നമ്മളത് വർക്ക്ഷോപ്പിലെത്തി ബൾബ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൾബ് അയച്ചു. ഇതാണ് സ്റ്റോക്ക് ബൾബ്. അത് ചൂടുണ്ട് കേട്ടോ. തീരെ ബ്രൈറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ബൾബ് തേച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, പുതിയ ബൾബ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നമുക്ക് നല്ല ബ്രൈറ്റ് വേണം, നല്ല സൗണ്ടും വേണം. അപ്പോൾ അതിന് ഓക്കെ, കത്തി ഒരു സൈഡ് കത്തി വൈറ്റ് ആക്കിയിട്ടാ. മറ്റത് ഓറഞ്ച് ആയിരുന്നു, നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട്. ഇനി പുറത്തിറങ്ങിയാലാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, തീരെ ബ്രൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ടിൻറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ബ്രൈറ്റ് അല്ലാത്തത്. ആക്ച്വലി ഇവിടെ ഫ്രണ്ട് ടിൻറ്റ് പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ടിൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയക്കാത്തതാണ്. ഇനിയിപ്പോൾ റാപ്പിന് കയറുന്ന ടൈമിൽ നമ്മൾ ആ ടിൻറ്റ് അഴിക്കും കേട്ടോ, കാരണം ഫ്രണ്ട് ടിൻറ്റ് ഇവിടെ പാടില്ല, ഭയങ്കര ഫൈനാണ്. ഇപ്പോൾ മറ്റേ ഈ ക്യാമറയും വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സെറ്റ് അടിപൊളി. ഇപ്പം ഒന്ന് പുറത്തിറങ്ങി നോക്കി നോക്കാം. 2 ബൾബ് മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങി നോക്കി നോക്കാം. സോ നമ്മളിത് ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഫർസുണ്ട് കൂടെ. ഫർസാണ് ടെസ്റ്റർ സുഖു. ഓക്കെ, ഹെഡ്ലൈറ്റ് പവർ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അതേ വന്നല്ലോ മുതലോള്. ചാർജറും വന്നിട്ട് 150. നോക്കാം. അങ്ങനെ നമ്മളിത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി ഹെഡ്ലൈറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും പരിപാടികളുണ്ട്, വണ്ടി പണിയാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ.
കുറേ പരിപാടി ഉണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.